സഭയിൽ പ്രമേയത്തിന് മുമ്പ് അടിയന്തര പ്രമേയ ചർച്ച നടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. വീണ്ടും ചർച്ച നടക്കുമെന്നറിയുന്നു. സാമ്പത്തിക പ്രതിസന്ധി നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. മാത്യു കുഴൽനാടൻ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ട്രഷറി നിയന്ത്രണം പദ്ധതി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി പ്രതിപക്ഷം പറയുന്നു. അതിനിടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം പ്രമേയം അവതരിപ്പിക്കും. പ്രമേയത്തെ പ്രതിപക്ഷം പിന്തുണയ്ക്കും എന്നാണ് അറിയുന്നത്. റോഷി പാലുണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഇപ്പോൾ സഭയിൽ ഇന്നിപ്പോൾ അടിയന്തര പ്രമേയമുണ്ട്. SIR-നെതിരെയുള്ള പൊതുപ്രമേയം വരുന്നതിന് മുൻപുള്ള അടിയന്തര പ്രമേയത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയാണോ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്? ആരാണ് അവതരിപ്പിക്കുക? മാത്യു കുഴൽനാടനാണോ? പ്രമേയത്തിന് അവതരണാനുമതി ലഭിക്കുമോ? അങ്ങനെയാണെങ്കിൽ വീണ്ടും അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ചയുണ്ടാകുമോ സഭയിൽ? അരുൺകുമാർ, നിയമസഭാ നടപടികൾ നിർത്തിവെച്ച് അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയിരിക്കുന്നത്. ഈ സഭാ സമ്മേളനത്തിൽ 4ാമത്തെ പ്രതിപക്ഷ അടിയന്തര പ്രമേയമാണ് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നത്. ഇന്ന് സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ തയ്യാറെടുത്തത്. ധനപ്രതിസന്ധി കാരണം ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ കാരണത്താൽ പദ്ധതി പ്രവർത്തനങ്ങൾ സ്തംഭിച്ചുവെന്ന് ആരോപിച്ചാണ് മാത്യു കുഴൽനാടൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രമേയ നോട്ടീസിന് പ്രാധാന്യമില്ല, പക്ഷേ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ചർച്ച ചെയ്യുന്നതിൽ സർക്കാരിന് സന്തോഷം മാത്രമാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് 12 മണി മുതൽ 2 മണിക്കൂർ സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ 4 തവണയായി സമാനമായ രീതിയിൽ തന്നെ പ്രതിപക്ഷം കൊണ്ടുവന്ന വിഷയങ്ങൾ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യായിരുന്നു. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 17ാമത് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസാണ് ഇപ്പോൾ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. സർക്കാരിന് ഈ ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു അവസരമായി തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിനെ കാണുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് സർക്കാർ ആത്മവിശ്വാസത്തോടെ അടിയന്തര പ്രമേയ ഈ നിയമസഭാ കാലയളവിൽ തന്നെ 4ാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രതിപക്ഷം അത് പ്രതീക്ഷിച്ചിരുന്നോ? അടിയന്തര പ്രമേയം സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുവരുമ്പോൾ അത് ചർച്ചയെടുക്കുമെന്ന്. കാരണം കേന്ദ്രത്തിനെതിരെയുള്ള കാര്യങ്ങൾ എണ്ണി പറയാൻ സാധിക്കും. അതേസമയം ഈ സർക്കാരിന്റെ കാലത്തുള്ള വരവ് ചെലവ് കണക്കുകളുടെ താരതമ്യമൊക്കെ സർക്കാർ നടത്തും. അതൊക്കെ പ്രതിപക്ഷം എങ്ങനെയാണ് ഇനി അതിനെ പ്രതിരോധിക്കേണ്ടി വരില്ലേ? അൻവർ, കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് എത്തുമ്പോൾ സർക്കാരിന്റെ സമീപനം കൃത്യമായി പ്രതിപക്ഷത്തിന് ബോധ്യമായതാണ്. ഏത് വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് എത്തിക്കഴിഞ്ഞാലും അത് ചർച്ചയ്ക്ക് ഭരണപക്ഷം തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഈ തവണ പ്രതിപക്ഷം കൃത്യമായ തയ്യാറെടുപ്പോടെ തന്നെയാണ് സഭയിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ അടിയന്തര പ്രമേയ നോട്ടീസിൽ ചർച്ചയുണ്ടാകുമ്പോൾ അതിൽ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാനുള്ള ഒരു പഠനം പ്രതിപക്ഷങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ച വളരെ ഗൌരവത്തോടെ തന്നെ നടക്കാനാണ് സാധ്യത. പക്ഷേ ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നിലപാട് ആ ഒറ്റ കാരണത്താൽ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കാനുള്ള അവസരമാണ്. പ്രത്യേകിച്ച് ആ വിഷയത്തിൽ സർക്കാരിനൊപ്പം പ്രതിപക്ഷമില്ല എന്ന പരാതി നിരന്തരം ഭരണപക്ഷം ഉയർത്തുന്നതാണ്. ധനമന്ത്രി തന്നെ പലവട്ടം പറഞ്ഞതാണ്. GST പരിഷ്കരണം ഉൾപ്പെടെ സർക്കാരിനുണ്ടാക്കിയ പ്രതിസന്ധി, പലപ്പോഴും സാമ്പത്തിക വായ്പയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ധനമന്ത്രിക്ക് പറയാനുണ്ടാകും, ഭരണപക്ഷത്തിന് പറയാനുണ്ടാകും. അതേസമയം തന്നെ ഈ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ദുർച്ചെലവുകൾ ആഡംബരമായി കാര്യങ്ങൾ നടത്തുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഏതായാലും ഈ പദ്ധതികൾ മുടങ്ങിയതടക്കം ചൂണ്ടിക്കാണിച്ച് ക്ഷേമപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലാകുന്നു, ജനങ്ങൾ വലിയ ആശങ്കയിലാണ് എന്നടക്കം ചൂണ്ടിക്കാണിച്ചാണ് ഈ നോട്ടീസ് നൽകിയത്. വളരെ വിശദമായ ചർച്ചകളിലേക്ക് 12 മണി മുതൽ കടക്കും. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഈ സഭാ സമ്മേളനത്തിൽ തന്നെ 4ാമത്തെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കാണ് സർക്കാർ ഇപ്പോൾ വഴങ്ങുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് സഭയിൽ ഉന്നയിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. 12 മണി മുതൽ 2 മണി വരെ സഭയിൽ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കും. സഭാ നടപടികൾ നിർത്തിവെച്ചായിരിക്കും അത് ചർച്ച ചെയ്യുക.